الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് തൗബയിൽ 75-76 സൂക്തങ്ങൾ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. فلما آتاهم من فضله بخلوا به وتولوا وهم معرضون. ومنهم അവരിലുണ്ട് മൻ ചില ആളുകൾ അല്ലെങ്കിൽ പല ആളുകൾ ആഹദല്ലാഹ അവൻ അള്ളാഹുവിനോട് കരാർ ചെയ്തു. ലഇൻ ആതാന അവൻ ഞങ്ങൾക്ക് നൽകിയാൽ മിൻ ഫളിഹി അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ധാരാളമായി സമ്പത്ത് ഞങ്ങൾക്ക് നൽകിയാൽ ലനസ്വദ്ദഖന്ന ഞങ്ങൾ സ്വദഖ നൽകുക തന്നെ ചെയ്യും. ഞങ്ങൾ ധാരാളമായി അതിൽ നിന്ന് ധർമ്മകാര്യത്തിൽ ചെലവഴിക്കും, സദക്കയും സക്കാത്തും ഒക്കെ നൽകും. വലനകൂനന്ന ഞങ്ങൾ ആവുകയും ചെയ്യും, ആവുക തന്നെ ചെയ്യും മിനസ്സാലിഹീൻ സൽക്കർമ്മികളിൽ പെട്ടവർ. ഫലമ്മ ആതാഹും അങ്ങനെ അവൻ അവർക്ക് നൽകിയപ്പോൾ അള്ളാഹു അവർക്ക് മിൻ ഫളിഹി തൻ്റെ ഔദാര്യത്തിൽ നിന്ന് തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ധാരാളമായി അവർക്ക് നൽകിയപ്പോൾ ബഖിലു ബി അവരതുകൊണ്ട് പിശുക്ക് കാണിച്ചു. വതവല്ല അവർ പിന്തിരിഞ്ഞു പോയി, വഹും മുഅ്രിദൂൻ അവർ അവഗണിച്ചുകൊണ്ട്. ഒന്നുകൂടെ അർത്ഥം പറയാം. വമിൻഹും അവരിലുണ്ട്. ആരാണീ അവർ? കപട വിശ്വാസികൾ. അവരിലുണ്ട് മൻ ആളുകൾ, ചിലർ, അല്ലെങ്കിൽ ഒരാൾക്കും പറയത് മൻ അഹദല്ലാഹ അവൻ അല്ലാഹുമായി കരാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. എന്താണ് കരാറ്? ലഇൻ ആതാന അവൻ ഞങ്ങൾക്ക് നൽകിയാൽ മിൻ ഫളിഹി അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അഥവാ ഞങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് കിട്ടിയാൽ ലനസ്വദ്ദഖന്ന തീർച്ചയായും ഞങ്ങൾ ധർമ്മം ചെയ്യുക തന്നെ ചെയ്യും. സദഖന സക്കാത്തും സാധാരണഗതിയിലുള്ള ദാനധർമ്മങ്ങളൊക്കെ പെടും, അതൊക്കെ ഞങ്ങൾ നൽകും. വലനകൂനന്ന മിനസ് സ്വാലിഹീൻ ഞങ്ങൾ സൽക്കർമ്മികളിൽ സച്ചരിതരിൽ ഉൾപ്പെടുകയും ചെയ്യും. ഫലമ്മ ആതാഹും അങ്ങനെ അള്ളാഹു അവർക്ക് നൽകിയപ്പോൾ മിൻ ഫളിഹി അവൻ്റെ ഔദാര്യത്തിൽ നിന്നും ബഖിലു ബി അവർ അതുകൊണ്ട് പിശുക്ക് കാണിച്ചു. ബുഖ്ല് എന്ന പിശുക്കാണ്. വതവല്ല അവർ പിന്തിരിഞ്ഞു പോയി, വഹും മുഅ്രിദൂൻ അവർ അവഗണിച്ചുകൊണ്ട്. ഇത് ഈ ആയത്ത് രണ്ടും മനസ്സിലാക്കാൻ, അടുത്തുള്ള രണ്ടായത്ത് കൂടി അതിൽ വരും, മനസ്സിലാക്കാൻ ഒരു ചെറിയ ചരിത്ര സംഭവം. സഅലബത്ത് ബിനു ഹാത്തിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഒരുപാട് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, എനിക്ക് ഒരുപാട് മുതൽ വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ജീവിക്കണം മാതിരി അങ്ങനെ ജീവിച്ചാൽ പോരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്? അത് പോരാ, വേണം. 3-4 പ്രാവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് മുതലുണ്ടാകാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. റസൂൽ ഞാൻ സക്കാത്തൊക്കെ കൊടുക്കും, ഞാൻ സദഖയും കൊടുക്കും, ഞാൻ നല്ല ഉത്തമനായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക്, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ആഗ്രഹിക്കണത്. പക്ഷെ അതങ്ങോട്ട് കിട്ടി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അള്ളാഹു ഈ സഅലബക്ക് കുറച്ച് മുതൽ കൊടുക്കണം, സമ്പന്നനാക്കണം അദ്ദേഹത്തെ. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചാൽ പിന്നെ അള്ളാഹു തആല അതിനെതിര് പറയില്ല. അങ്ങനെ അയാൾക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം കുറച്ച് ആടുകളെ വാങ്ങി. സാധാരണഗതിയിൽ ഇത് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണെന്നൊന്നും അപ്പം അറിയില്ല. കുറച്ച് ആടുകളെ വാങ്ങി.
അത് സാധാരണയിൽ കവിഞ്ഞ പാലും നൽകി പെറ്റുപെരുകാൻ തുടങ്ങി. അങ്ങോട്ട് പെറ്റുപെരുകി. അങ്ങനെ പെരുകി അദ്ദേഹം പള്ളിയുടെ അടുത്തുണ്ടായിരുന്ന സ്ഥലമായൊക്കെ മതിയാകാതായി. അപ്പോൾ കുറച്ച് ദൂരത്തേക്ക് പോയി, താമസമൊക്കെ മാറ്റി. അതിന് ആടുകളെ പോറ്റണ്ടേ. അവിടെ ചെന്ന് അപ്പോൾ എന്താ സംഭവിച്ചത്, അങ്ങനെ കുറച്ച് ദൂരത്തേക്ക് പോയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ജമാഅത്തിന് കൃത്യമായിട്ട് വരാൻ പറ്റാതായി. ഇന്ന് ദൂരെയാണ് താമസം. പിന്നെ ആടുകൾ പെരുകി തന്നെ, പെറ്റി വരിക. വൈന വിൽപ്പന നടത്തുക, അതിൻ്റെ പാല് അതിൻ്റെ രോമമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പകല് തീരെ വരാതായി, രാത്രി ജമാഅത്തിന് വരും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒതുങ്ങണില്ല, ആടുകൾ പിന്നെയും ഉണ്ടാവും തന്നെ. കുറേ ദൂരേക്കൊരു മലഞ്ചെരുവിലേക്കൊക്കെ മാറി. വെള്ളിയാഴ്ച മാത്രം ജുമാക്ക് വരലാക്കി. മറ്റേ എത്തുന്നില്ല പള്ളിക്കൊക്കെ. മയ്യിത്ത് നിസ്കരിക്കാൻ പോലും വരാൻ പറ്റാതായി. റസൂൽ അന്വേഷിക്കുന്നുണ്ട് സംഭവമൊക്കെ. അങ്ങനെ പിന്നെ ആടുകളൊക്കെ പെരുകിയപ്പോൾ മുതൽ കൂടിയില്ല. പള്ളിക്കൊക്കെയുള്ള വരവനെ നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കുള്ള വരവില്ലാതായി. കടക്കാരയിലൊക്കെ കണ്ടാൽ അന്വേഷിക്കും എന്താ അവിടുത്തെ സ്ഥിതി ഏതാന്നൊക്കെ. അതായി പിന്നെ അവസാനം ഇസ്ലാമിൻ്റെ അടയാളമൊക്കെ. അങ്ങനെ ഇരിക്കെ സക്കാത്ത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തിൻ്റെ മുതലിൽ നിന്ന് സക്കാത്ത് കണക്ക് കൂട്ടി ഈടാക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അവിടെ ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു മടി, വിസമ്മതിച്ചു കൊടുക്കാൻ. സക്കാത്ത് കൊടുത്തില്ല. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാരെ അദ്ദേഹം തിരിച്ചയച്ചു. പിന്നെ ഈ വിവരം റസൂൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ ആയത്ത് ഇറങ്ങിയിരുന്നു. മിൻഹും അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. കരാർ ചെയ്തത് എന്തായിരുന്നു? മുതൽ എല്ലാം ഉണ്ടായാലും ഞങ്ങൾ സദക്ക് സക്കാത്തൊക്കെ അതിൻ്റെ കൃത്യമായിട്ട് കൊടുത്തോളാന്നാണ്. അവർ തിരിച്ചു വന്നതിൻ്റെ ശേഷമാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. മിൻഹും മൻ അഹദല്ലാഹ. അപ്പോൾ ഈ വിവരം സഅലബത്ത് ബിൻ ഹാത്തിബിൻ്റെ കുടുംബക്കാർ സഅലബനെ അറിയിച്ചു, ഇങ്ങനെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ട് അവർ ലംഘിച്ച ആൾക്കാരുണ്ട് അതിൽ, അവരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആയത്ത് അദ്ദേഹത്തെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വന്ന് സക്കാത്തിൻ്റെ മുതലൊക്കെ ആയിട്ട് ഓടി വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. അപ്പം എനിക്ക് അതിന് ഒരുങ്ങിയില്ല. ഇനി വേണ്ട, അള്ളാഹ് വേണ്ടാന്നാണ് പറഞ്ഞിരിക്കണം നിൻ്റെ മുതൽ സക്കാത്തക്ക്. കരഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അദ്ദേഹം സക്കാത്ത് സ്വീകരിച്ചില്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം വീണ്ടും വന്നു, എൻ്റെ സക്കാത്ത് സ്വീകരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ട് എന്താ പറയുക, അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിക്കാത്ത ഒരു സക്കാത്ത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഉമർ ഖത്താബിൻ്റെ കാലം ഒരുപാട് റെക്കമെൻഡൊക്കെ ചെയ്യിച്ചു നോക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടും സഹാബി പ്രമുഖന്മാരോടൊക്കെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി അതാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എൻ്റെ മുൻഗാമി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സ്വീകരിക്കാത്ത ഒരു സക്കാത്ത് എനിക്ക് സ്വീകരിക്കാൻ പറ്റും. അങ്ങനൊരവസ്ഥ ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വേദന എത്രയാണെന്നുള്ളത്, അതിൻ്റെ ഒരു സങ്കടം എത്രയായിരിക്കും എന്നുള്ളതും. എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരിൽ നിന്നതിൻ്റെ ഫലം അദ്ദേഹം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ പൈസ ചിലവഴിക്കാൻ അവസരം കിട്ടിയിട്ട് ചിലവഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചിലവഴിക്കാൻ അവസരം ഉണ്ടാവില്ല. അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് അയാൾ ഒറ്റപ്പെട്ടു. കാപ്പട്യം പിടികൂടി. കുറച്ച് മുതലുണ്ടാകുമ്പോൾ ആൾക്കാർ അങ്ങനെയാണ്, ഇതൊക്കെ എൻ്റെ 10 വിരലുകൊണ്ട് ഉണ്ടായതാണെന്നൊക്കെ പറയും. എൻ്റെ 2 കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാന്നൊക്കെ പറയില്ലേ ആൾക്കാർ. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ? ആണോ? 10 വിരലുകൊണ്ട് അധ്വാനിച്ചാൽ ഉണ്ടാവുമോ? 2 കൈ കൊണ്ട് അധ്വാനിച്ചാൽ ഉണ്ടാവുമോ? അള്ളാഹ് തരണ്ടേ? അള്ളാഹ് തന്ന മുതലായിരുന്നാ അള്ളാഹിൻ്റെതാ. നമുക്ക് നമ്മളുടെ ഒരു കാര്യത്തിലും അവകാശമില്ല യഥാർത്ഥത്തിൽ. അള്ളാഹുവിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് അങ്ങനെയാണ്. എൻ്റെ ശരീരം ആരുടേതാ? അള്ളാഹുവിൻ്റേത്. എനിക്ക് അള്ളാഹ് നൽകിയ എൻ്റെ സൗകര്യങ്ങളൊക്കെ ആരുടേതാ? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റേത്. അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയാത്ത ഒന്നും എനിക്ക് ഉണ്ടായിക്കൂടാ.
ഈ ഒരു പാഠമാണ് നമുക്ക് മനസ്സിലാക്കുക. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത്. വമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവും. മൻ ചിലർ അഹദല്ലാഹ അള്ളാഹുവിനോട് കരാറ് ചെയ്തു, ലഇൻ ആത്താനാ മിൻ ഫദ്ലിഹി അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് അവൻ ഞങ്ങൾക്ക് നൽകിയാൽ ലനസ്വദ്ദഖന്ന ഞങ്ങൾ സ്വതക്ക നൽകുക തന്നെ ചെയ്യും, വലനകൂനന്ന മിനസ്സാലിഹീൻ ഞങ്ങൾ സൽക്കർമ്മികളിൽ ഉൾപ്പെടുകയും ചെയ്യും. ഉണ്ടോ? അതാണ് ഇവിടെ സഅലബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞത്. ഫലമ്മ ആതാഹും അവൻ അവർക്ക് നൽകിയപ്പോൾ മിൻ ഫദ്ലിഹി അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ബഖിലൂ ബി അവൻ പിശുക്ക് കാണിച്ചോട്ടെ. സക്കാത്ത് കൊടുക്കാൻ പോലും പിന്നെ മനസ്സില്ലാതായി. ബഖിലൂ വതവല്ലൗ അവർ പിന്തിരിഞ്ഞു പോയി. വഹും മുഅ്രിദൂൻ അവർ അവഗണിച്ചുകൊണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ മാർഗത്തിൽ അവൻ നമുക്ക് നൽകിയിട്ടുള്ളത് ചെലവഴിക്കാനുള്ള മാനസികാവസ്ഥ, അതിനുള്ള ഈമാനികമായ കരുത്ത് തന്ന നാഥൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.